ഇപ്പോൾ നമ്മുടെ പൂക്കുട്ടികളിയാവ് കാളവേല മാർച്ച് 6-നാണ്. അപ്പോൾ എല്ലാവരും വരിക നമ്മുടെ തട്ടകത്തിലെ കാളവേലയാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കാളവേലകളെ വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ എൻ്റെ തട്ടകമായതുകൊണ്ട് പൊക്കി പറയുന്നതല്ല, ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാളകൾ വരുന്ന ഒരു കാവാണ് പൂക്കോട്ടുകാളിയാവ്. ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഇക്കൊല്ലം നമ്മൾ കാളേനെ ഏൽപ്പിച്ചിട്ടുള്ളത് സഹ്യപുത്രൻ പെങ്ങാട്ടിരി ബ്രദേഴ്സ് പെങ്ങാട്ടിരി, ആ കാളേനെയാണ്. കഴിഞ്ഞ കൊല്ലം കുലപതിനെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം തമ്പോലമാണ്. കഴിഞ്ഞ കൊല്ലം അവിട്ടം ശിങ്കാരിമേളായിരുന്നു. ഒരു 8 കൊല്ലത്തോളമായിട്ട് ഇവിടെ നമ്മുടെ കമ്മിറ്റിയിൽ കൊണ്ടുവന്നിരുന്നത് അവിട്ടം ശിങ്കാരിമേളായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഒരു ചേഞ്ച് വരുത്താന്നുള്ള ലെവലിൽ സത്യത്തിൽ ഏത് ശിങ്കാരിമേളായി നമ്മളൊരു ശിങ്കാരിമേളത്തിന് പറഞ്ഞു, ഏത് ശിങ്കാരിമേളായിട്ട് കേട്ട് മടുത്ത് ഇപ്പോൾ കുറേ വർഷങ്ങളായില്ല. അപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ഒരു തമ്പോലം. പിന്നെ എനിക്ക് ചുപ്പ പിള്ളേർ ചെക്കന്മാരൊക്കെ വലിയൊരു ആഗ്രഹമാണ് തമ്പോലം DJ അങ്ങനെ എന്തെങ്കിലും സംഭവം കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ. അപ്പോൾ തകിലൊക്കെ പണ്ടത്തെ മാതിരി അടിപൊളി ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റിയിൽ എല്ലാവർക്കും താല്പര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് തകിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും താല്പര്യമുള്ള സാധനം പാണ്ടിമേളം, തകിൽ, പിന്നെ ശിങ്കാരിമേളം എന്ന് പറഞ്ഞാൽ നല്ല ഒതുക്കത്തിൽ അടിപൊളിയായിട്ട് കൊട്ടണ. അതും എല്ലാ കൊല്ലവും നടക്കില്ല. അത് പ്രവറോന്ന് കിട്ടിയിട്ട് പ്രാന്തം. ഒന്നാമത്തെ 2 പെക്കടിച്ചിരിക്കുന്ന സമയത്ത് ശിങ്കാരിമേളത്തിന് ഇതൊക്കെ ഭയങ്കര സ്പീഡിലാകുമ്പോൾ തലയ്ക്ക് പ്രാന്താവുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കമ്മിറ്റിയിൽ കുറേ പൊടിയന്മാരിതൊക്കെ കാളപ്രാന്തന്മാർ പൂരപ്രാന്തന്മാരൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയണമല്ലോ. അതേപോലെ കുറച്ച് വയസ്സായ ആളുകൾക്കും എല്ലാവർക്കും. അപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് ഇക്കൊല്ലം തമ്പോലത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് അവിട്ടം ശിങ്കാരിമേളത്തിൻ്റെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് ഒരേ സാധനം കുറേ കാലം ഇങ്ങനെ റിപ്പീറ്റേഷനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവണ ഒരു മാറ്റം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം കുലപതിയായിരുന്നു. ഇക്കൊല്ലം കാളുള്ളത് പേങ്ങാട്ടിരി ബ്രദേഴ്സാണ്. ഇക്കൊല്ലം കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പൂക്കുട്ടികളിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ 50 ജോഡിക്ക് മുകളിൽ ഇണക്കാളകൾ വരുന്ന ഒരു കാവാണ് പൂക്കുട്ടികളിയാവ്. 50 ജോഡി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 50 അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഏകദേശം ഒരു 50-60 ജോഡികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പ് എന്നല്ല, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ 5:15-നൊക്കെയാണ് ഒരു കാള കയറിയുള്ളത്. നിങ്ങളൊരു കാവിൽ സീന അയച്ചൊക്കെ വൈകുന്നേരം ഒരു 6 മണിക്ക് തട്ടകത്ത് നമ്മുടെ പ്രദേശത്ത് നിന്ന്, ഞാൻ എൻ്റെ നാട്ടിലെ കാര്യമില്ല പറഞ്ഞു, പൂക്കുട്ടികളിയാവിലെ ചില തട്ടകങ്ങളുടെ കാര്യം, ചില പ്രദേശങ്ങളുടെ കാര്യം പറയണം. പ്രത്യേകിച്ച് കുന്നർക്കോട് കരിയമുട്ടി ഭാഗത്തു നിന്നൊക്കെ കാളകളെ വളരെ നേരത്തെ എടുത്തിട്ട് പുലർച്ചെ 5 മണിക്ക് 5:30-ക്കൊക്കെയാണ് കാള കയറുന്നത്. 5 മണിക്കൊക്കെ. അപ്പോൾ അതായത് രാവിലത്തെ അവിടുത്തെ പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് ആ കാളേനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കണം. അത്രയും സമയം കൊടുത്തിട്ടാണ് ഒരു കാള വരുന്നത്. അത്രയും ഇടങ്ങേറ് പിടിച്ച സ്ഥലത്ത് കൂടെയാണ് ആളുകൾ. അതാണ് നമ്മുടെ കാളവേലയുടെ ഒരു ആരവം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് സ്ട്രെയിറ്റ് റോഡിൽ കുറച്ച് ദൂരം കൊണ്ടേ കാവ് കയറ്റി അങ്ങനെ ഒരു ആരവല്ല. അത് മോശമാണെന്നല്ല, പൂക്കുട്ടികളിയായ ഒരു ആരവം അങ്ങനെയില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു കാള പോകുന്നത് ഇപ്പോൾ കിഴക്കമ്പൂരാണ് നമ്മുടെ വരുന്നത്. കിഴക്കമേലിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചെറിയ റാട്ടിന് ഇപ്പോൾ ഏറ്റവും ഇടങ്ങേറ് പിടിച്ചൊരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോണത്. ആ സ്ഥലം വഴിയൊക്കെ റോഡൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അതുകൂടെയാണ് നമ്മൾ കാളേനെ കൊണ്ടുവരണത്. ഇതിൻ്റെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ റോഡ് പണി അവിടെ മെറ്റൽ ആ റോട്ടിൽ ഇട്ടിട്ടുണ്ടായിരിക്കുമോ എന്നുള്ളൊരു അപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാളേനെ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ വലിയൊരു കാളേനെ ഏൽപ്പിക്കുക, ഇടത്തരം ജോഡി കാളേനെ വേണം, അത് ചെറിയ കാളേനെ വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് പേങ്ങാട്ടിരി ബ്രദേഴ്സ് കാളേനെ കൺഫേം ചെയ്തത്. അപ്പോൾ ഫ്രഷ് സെറ്റാണ്. കഴിഞ്ഞ കൊല്ലമാണ് ആ പേങ്ങാട്ടിരി ബ്രദേഴ്സ് കാളയെ കഴിഞ്ഞ കൊല്ലം ഇറക്കിയത്. അപ്പോൾ പുതിയ ജോഡിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അത് അധികം വർഷങ്ങളായിട്ടില്ലല്ലോ. അപ്പോൾ വലിയൊരു കാളേനെ ഏൽപ്പിക്കുക എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ കാളുടെ പേര് പറയുന്നില്ല. ഇനി അതൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മൈൻഡിൽ 2-3 കാളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേയും ഒരു കാളുകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വലിയ കാളയെ ഏൽപ്പിക്കാതെ പറയുമ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ പിള്ളേരുടെ ഒരു വലിയ താല്പര്യം, എല്ലാവരുടെയും താല്പര്യം, പിന്നെ നല്ലൊരു കാളയാണ്. അപ്പോൾ ലെവലിൽ ഒക്കെ. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഫണ്ട് നമ്മൾ വിചാരിച്ച മാതിരി അത്ര ഫണ്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ പൂര കമ്മിറ്റിയും പിന്നെ റോഡിൻ്റെ കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളതൊക്കെ പരിഗണിക്കണം. അപ്പോൾ പിന്നീട് പേങ്ങാട്ടിരി ബ്രദേഴ്സ് ഇടത്തരം സെറ്റ് കൺഫേം ചെയ്യായിരുന്നു. കാള അടിപൊളിയാണ്. അപ്പോൾ അവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കാളവേല കമ്മിറ്റിയും പൂര കമ്മിറ്റിയും 2 ദിവസത്തെ പ്രോഗ്രാമിനുള്ള ഫണ്ടാണ് നമ്മൾ മൊത്തത്തിലുള്ളത്. ഒരു 2-2.5 ലക്ഷത്തിനടുത്ത് മൊത്തത്തിൽ ഫണ്ട് വരുന്നത്. അപ്പോൾ ഇത് 2 ദിവസത്തിലുള്ള പരിപാടി നമ്മൾ നോക്കണം. കാളവേലയ്ക്ക് ഇപ്പോൾ ഈ കാളയും തമ്പോലും, അതുപോലെ കഴിഞ്ഞൊല്ലാണെങ്കിൽ കാളയും ശിങ്കാരിമേളവും. പൂരം ദിവസമാണെങ്കിൽ വേഷങ്ങളുണ്ടാവുമല്ലോ, വേഷങ്ങളും കുറേ വേഷങ്ങളുണ്ടാവുമല്ലോ. കൊല്ലം തെയ്യമാണ്, ലൈറ്റുള്ള തെയ്യം ഒരു സംഭവം ഉണ്ടല്ലോ, അത് റൗണ്ടൊക്കെ ഉള്ളത്, അത് തെയ്യം ശിങ്കാരിമേളവും.
അപ്പം ഇങ്ങനെ 2 ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് ഇത്രയും ഫണ്ട് നമുക്ക് കാണണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ അത് നമുക്ക് 2 ദിവസത്തിന് സംഗതി അടിച്ചു പൊളിക്കണം. പിന്നെ നമ്മുടെ കിഴക്കൻ വേലയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂക്കുട്ടളിയിലെ കിഴക്കൻ വേലയുടെ അവസ്ഥ എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭാഗത്തു നിന്നാണ്, അതായത് ഈ ഭാഗത്ത് പറഞ്ഞാൽ കറക്റ്റ് നാട്ടിൽ നിന്നല്ല, തൊട്ടപ്പുറത്ത് നിന്നാണ് എന്ത് പോകുന്നത്, കുതിര പോകുന്നത്. പുലാവഴി കുതിര എന്ന് പറയും. പുലാവഴി കുതിരയുടെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, പുലാവഴി കുതിര അതായത് അവിടുത്തെ ദൈവം, അവിടുത്തെ ദേവി പുലാവഴി കുതിര, പുലാവഴി തമ്പാക്കരുടെ അവിടെയാണ് കൂടിയിരുന്നത് എന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ ചെറിയറാട്ട് ദിവസം ഈ ഒരു കുതിര കയറിയിട്ടാണ്, ഞങ്ങളുടെ ദേശത്തു നിന്ന് ഈ ഒരു കുതിര കയറിയിട്ടാണ് അവിടെ പൂരം തുടങ്ങുള്ളൂ. അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മുമ്പ് ഇവിടെ തെച്ചിക്കോട്, അയ്യപ്പൻ, അങ്ങനെയുള്ള ആനകളൊക്കെ ഇവിടെ പൂരം ദിവസം ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴക്കൻ വേല വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് സംഭവമൊക്കെയാണ്. നമ്മുടെ ഇവിടുന്ന്, ഞാൻ പറയുന്നത് ഭയങ്കര അഹങ്കാരമുള്ളൊരു സാധനമൊക്കെ ആയിരിക്കും, പക്ഷെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ആ രീതിയിൽ എടുത്താൽ മതി. അതായത് നമ്മുടെ ഇവിടെ തന്നെ കുറേ കളകൾ പോകുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെ ദേശക്കാള മുമ്പ് രാത്രി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒറ്റക്കാളായിട്ട് പകലാണ് പോകുന്നത്. ഒറ്റക്കാളകളിൽ നിന്ന് ഒരു 3-4 ഉണ്ട്. അതേപോലെ യൂസംബിങ് കാളുണ്ട്, തലയൻകാട് ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ മുമ്പ് യൂണിയൻ കാളാണ്, തലയൻകാട് യൂണിയൻ കാള ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കാളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാളകൾ ഒരു ചെറിയൊരു സ്ഥലത്തുനിന്ന് പോവുകയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് താനിക്കുന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ താനിക്കുന്ന് ദേശക്കാളുണ്ട്, താനിക്കുന്ന് ബാലസംഘമുണ്ട്. താനിക്കുന്ന് ദേശക്കാളി ബാലസംഘം ഒരു കൊല്ലം വൻ സെറ്റുകളായിരുന്നു. പൂക്കുട്ടുകളിയുടെ തന്നെ ഏറ്റവും വലിയ സെറ്റുകൾ പോയത് നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ പോണ റൂട്ടിലുള്ള തൊട്ടപ്പുറത്ത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള കിഴക്കൻ പൂരത്തു നിന്നുള്ള മൊത്തത്തിൽ കുതിരയായിക്കോട്ടെ, കാളകളായിക്കോട്ടെ, ആനകളായിക്കോട്ടെ, ഇതൊക്കെ വളരെ പേര് കേട്ടതാണ്. ആ വേലയ്ക്ക് അതിൻ്റേതായ ഒരു സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക പൂക്കുട്ടളയിൽ വന്നിട്ട് ഒരു പരപ്പ് കാളയെ കാണാൻ പറ്റും. നിങ്ങൾ മറ്റ് പല കാവുകളിൽ കാണുന്ന പോലെ ചെറിയ ഐറ്റംസൊന്നും അല്ല അവിടെ ഉണ്ടായിരിക്കുക. വലുതും ചെറുതും വളരെ ചെറുതും ഇടത്തരം സെറ്റായിട്ടുള്ള പല തരത്തിലുള്ള പല അടിപൊളി കാളകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. കാളകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇക്കൊല്ലം ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ പിന്നെ കാളവേല ഒന്ന് കാണാനൊക്കെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ, നമ്മൾ മോളിക്കണ്ട് കയറുമ്പോൾ വലിയ കാളയൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. മുമ്പൊക്കെ ചെയ്സോടുകൂടി താങ്ങി പിടിക്കല്ല, തള്ളി കയറ്റി കൊണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ 1-2 അപകടങ്ങൾ കാലിക്കൂടെയൊക്കെ ചെയ്സിൻ്റെ ചക്രമൊക്കെ കയറിയ സമയത്ത് പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഇപ്പോൾ വലിയ കാളകളെ പുറത്താണ് വയ്ക്കുക. ചെറിയ കാളകളെ, ചെറുതല്ല, അത്ര വലിയ കാളകളല്ലാതെ കയറ്റാൻ പറ്റുന്ന ആളുകളൊക്കെ ഒരു കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ, പക്ഷേ ആ സ്റ്റെപ്പ് കയറ്റിയിട്ട് കളിപ്പിക്കാം. ഇതാണ് അവസ്ഥ. പുറത്താണ് കാളകളെ വെച്ചിട്ടുണ്ടായിരിക്കും വലുതിനൊക്കെ. അപ്പോൾ ഞങ്ങളുടെ പുറത്താണ് പോയിക്കൽ. ഞങ്ങളൊരു ഇടത്തരം സെറ്റും പിന്നെ കൊണ്ടുപോകാനുള്ള എളുപ്പമൊക്കെ. കാരണം പിറ്റേ ദിവസം പൂരം ആന നിരക്കണ സമയത്ത് അവിടെ കാളേനെ കളിപ്പിച്ച് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഏട്ടങ്ങാറാണ്. ആ തിരക്കും ആ സംഭവങ്ങളും ഒക്കെ നല്ല തിരക്കുണ്ടായിരിക്കും അവിടെ, നല്ല തിരക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, ആ പൂക്കുട്ടുകളിയാവിലെ ചുറ്റും ഞാൻ പൂക്കുട്ടുകളിയാവിനെ കുറിച്ചൊരു വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂക്കുട്ടുകളിയാവിനെ കുറിച്ചിട്ടും പൂക്കുട്ട് കാളിയാവിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാളകൾ എവിടെ ഇരിക്കുക, എങ്ങനെ വെക്കുക, എവിടെ എന്താ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യമുള്ളൊരു കളി നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂക്കുട്ടുകളിയാവിൻ്റെ കാവിന് ചുറ്റും കാളുകളുണ്ടായിരിക്കും. അതേപോലെ കാവിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലത്ത് ആ ഒരു കിണറിൻ്റെ അവിടെ ഉണ്ട്, നമ്മൾ കയറിച്ചിട്ടുണ്ട്, അവിടെ ആലിൻ്റെ അവിടെയൊക്കെ കാളുകളുണ്ടായിരിക്കും. കിണറിൻ്റെ അവിടെ മുമ്പ് ആനകൾ നിരക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. മുമ്പ് എന്ന് പറഞ്ഞാൽ 1-2 വർഷത്തെ കിട്ടിയിട്ടുള്ളത്. യു ഷേപ്പിൽ എല്ലാ ആനകളും 10-42 ആനകൾ നിരക്കുക. നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടത് നിങ്ങളുടെ കളികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പാടത്ത്, ആ പാടപ്പ് കിട്ടൂല, എന്തോ കൊണ്ടാവണ്ടി പരിപാടികളൊക്കെ ആയിട്ട് കേസിലൊക്കെ വിട്ടെടുക്കുകയാണ്. അത് കാവിൻ്റെ സ്ഥലം, കാവിന് ആ സ്ഥലം ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പേഴ്സണൽ പ്രോപ്പർട്ടിയാണ് അത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പൂക്കുട്ടുകളിയാവ് കാളവേലയ്ക്ക് വരിക. ചെറിയറാട്ട് വരുന്നത് മാർച്ച് 5, വലിയറാട്ട് കാളവേല വരുന്നത് മാർച്ച് 6. അത് വൈകുന്നേരം. നിങ്ങൾ രാവിലെ തന്നെ വരും. നമുക്ക് ഇവിടെ കുറേ കാടായിട്ട് ഇഷ്ടംപോലെ കാളകളെ കാണാറുണ്ട്. സംഭവം അടിപൊളിയാണിത്. അതുപോലെ കരിവേല കെട്ടിയിട്ട് ആൾക്കാരുണ്ടായിരിക്കും, ചപ്പലപ്പൂന്ന് കെട്ടിയിട്ട് ആൾക്കാരുണ്ടായിരിക്കും, ചിങ്കാരി മേളം, തമ്പോലം, പാണ്ടിമേളം, സാധാരണ മേളം, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം പറയുള്ളൂ. എൻ്റെ അച്ഛനൊരു കാളപ്രാന്തനാണ്. ഒരു കൊല്ലം മൂപ്പര് ചില സമയത്ത് ഒരു വാഴ്ചയൊക്കെ കയറും. അതായത് അത് ചെയ്യണം മറ്റേ ചെയ്യണം മറിച്ച് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഒരു കൊല്ലം മൂപ്പര് പ്രാന്തൻ മൂപ്പര് അങ്ങനെയല്ല കേട്ടോ, ഒരു പ്രാന്തൻ മൂപ്പര് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളേനെ ആനേനെ ഏൽപ്പിച്ചൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ റിച്ച് ആയതുകൊണ്ടല്ല കേട്ടോ, മൂപ്പര് അങ്ങനെ പ്രാന്തനാണ് മൂപ്പര്. അപ്പോൾ അന്ന് ആനയുടെ കൂടെ
കാളുടെ കൂടെ മൂപ്പര് കാളുടെ കൂടെ എന്താ പറയുന്നത് കൊട്ട് ഏൽപ്പിക്കണ വിവരം മൂപ്പര് നല്ല 2 പെക്കൊക്കെ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അന്ന് മൂപ്പര് ഈ ആനയുടെ കൂടെ ഏൽപ്പിക്കേണ്ട സാധനം കാളുടെ കൂടെ എന്ന് പറഞ്ഞു. ഡേറ്റാണ് മാറിപ്പോയി, പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി. അതായത് കാളുടെ കൂടെ വന്ന സാധനം എന്താ പറയുക, പഞ്ചവാദിയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സൈക്കോ ആണ്, അങ്ങനെ ഒരു സ്നേഹസമ്പന്നനായ എന്താ പറയാൻ പറ്റില്ല, അതായത് അങ്ങനെ ഒരു സൈക്കോ ആണ്. കാളപ്രാതരാണ്, ആരപ്രാതരാണ് നമ്മുടെ അച്ഛൻ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഈ കാളേനൊക്കെ കണ്ടിട്ട് കാളകളെ വീട്ടിലേക്ക് കാള വരുന്നതും നമ്മുടെ നാട്ടിൽ കുറേ കാളകളുള്ളതും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതും ഒക്കെ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നതും ഒക്കെ അന്ന് സ്കൂളിൽ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എക്സാം ആ സമയത്താണല്ലോ എക്സാം വരിക. എക്സാമിന് പോകാണ്ട് കാളുടെ പിന്നാലെ നടന്നിട്ട് വീട്ടിലൊക്കെ വൻ സീനായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബാബുവേട്ടൻ്റെ മുമ്പ് കൊണ്ടുപൊട്ടിച്ച് ബാബുവേട്ടൻ്റെ കാളേനെ കൊണ്ടുകൊടുക്കാനൊക്കെ പോകുമ്പോൾ ഇന്നിക്കവിടെ ഓർമ്മ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ പൊറോട്ട ബീഫ് കഴിക്കണതൊക്കെ. അപ്പം അങ്ങനെ കുറേ സംഭവം. ഈ ചെറുപ്പത്തിലൊക്കെ നമുക്കൊരു കളിപ്പാട്ടം വാങ്ങാൻ പോലും പൈസ ഉണ്ടാവില്ല. അതായത് കാളുടെ പൈസയും കൊടുത്ത് കളക്കാരെയും അതേപോലെ കൂട്ടുകാരും ഒക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ടൈറ്റ് ആയിരിക്കും മൂപ്പര്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കളിപ്പാട്ടം വാങ്ങാൻ പോലും അത് മൂപ്പര് ഉണ്ടാവില്ല, കയ്യിൽ കാശില്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിട്ട് ഇത്രയും വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റും. കുട്ടികൾ ഫോൺ കയ്യിലുണ്ടാകും കൊണ്ട് കുട്ടികൾക്ക് കളവേലയ്ക്ക് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഉണ്ട്. മുമ്പ് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇത് സാറൊന്നും പറ്റൂലായിരുന്നു, ഭയങ്കര ഇടങ്ങേറായിരുന്നു. നമ്മൾ ഷൈ ആയി ഇൻട്രോവേർട്ട് ഒരാളായതുകൊണ്ട് തന്നെ ക്രൗഡിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്, കുറേ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെയായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് കാളവേലയ്ക്ക് വരിക. ഇക്കൊല്ലം വീട്ടിൽ നിന്ന് കാളല്ല, നമുക്കൊരു കാളയെ ഇക്കൊല്ലം കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ കമ്മിറ്റി കാളുണ്ട്, അതിൽ തന്നെ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യണം. പിന്നെ വിചാരിച്ച മാതിരി അത്ര ഫണ്ടൊന്നുമില്ല കയ്യിൽ. അപ്പോൾ വെറുതെ ടൈറ്റായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് ആ ബാധ്യത നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് അടുത്തോടെ നോക്കാം. അല്ലെങ്കിൽ വീട്ടിൽ ഈ പറയുന്ന നല്ലൊരു കാളേനെ ഉണ്ടാക്കിയിട്ട് വിഷുവേല ഏപ്രിൽ 15 വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് ചെക്കന്മാരെ കമ്മിറ്റി ഉണ്ട്. ചെക്കന്മാരല്ല, നമ്മുടെ കമ്മിറ്റി തന്നെ. ചെക്കന്മാരാണ് വിഷുവേലയുടെ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. ഒരു കാളേനെ സ്പോൺസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഈ കാളയെ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ഫണ്ട് കൊടുക്കാനുണ്ട്. ഞാൻ ഭയങ്കര ടൈറ്റാണ് ഫിനാൻഷ്യലി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് കൂട്ടുകാർക്ക് കാളവേക്ക് വരിക. മാർച്ച് 6 ആരവ തുടങ്ങുക. ഇപ്പം തന്നെ വിളിച്ചപാട് ഇവിടെ മറ്റേ പറ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രദേശത്ത് കൂടെ. എന്തായാലും കാളവേലയുടെ ആരവായി എല്ലാവരും പൂക്കുട്ടികളിലേക്ക് വരും. അപ്പോൾ വേറെ വീഡിയോയിലാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വള്ളൂർനാട്ടിലെ കാളവേലകൾ, പൂരങ്ങൾ, ഗ്രാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലുണ്ടായിരിക്കുക. നമ്മുടെ മെയിൻ ഫോക്കസ് ഏരിയ അതാണ്. അപ്പോൾ താങ്ക് യു. വേറെ വീഡിയോയിൽ കാണാം.